ഹലോ ഗായ്സ്, ഇത് നമ്മുടെ കൊല്ലം ആശ്രമത്തുള്ള ടൈറ്റാനിക് ആണ്. ഇത് വന്നിട്ട് കുറേ നാളായി കേട്ടോ. ക്രിസ്മസിന് മുന്നേ വന്നൊരു സംഭവമാണ്. പക്ഷേ കുറേ പേരുടെ അഭിപ്രായം കേട്ട് ഞാൻ പോകാതിരുന്നതാണ്. പക്ഷേ സത്യം പറയാമല്ലോ, ചെന്ന് കയറിയപ്പോൾ തന്നെ ഇത് എൻട്രി ആണ്. ആ കയറിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടൈറ്റാനിക്കിൽ നമ്മൾ ആ ഷിപ്പിൽ പോകുന്ന അതേ ഫീലും അതേ മൂഡുമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആരും പോകാതിരിക്കരുത് എന്നെപ്പോലെ. കാരണം ഞാൻ ക്രിസ്മസും ന്യൂ ഇയറിനും ഒന്നും സത്യം പറഞ്ഞാൽ ഒത്തിരി ഫെസ്റ്റ് വരുമല്ലോ, നമ്മൾ അതൊക്കെ കാണുമ്പം കണ്ടിപ്പോൾ കൊല്ലത്തുള്ളവർക്ക് സത്യം പറഞ്ഞാൽ ഫെസ്റ്റ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിലല്ലേ പോകത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്. ഞാനും ഇതൊരു പെൻഡിങ്ങിൽ പോകണ്ട എന്ന് വെച്ചതാണ്. പക്ഷേ ഈ ചേച്ചിയും പിള്ളേരും എല്ലാം കൂടെ വന്നപ്പോൾ എന്തായാലും പോകാമെന്ന് വെച്ചു. ചെന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇത് ഒരു മിസ്സായി പോയത് സംഭവം. ഒരു രക്ഷയില്ല. ജാക്കും നമ്മുടെ റോസിൻ്റെയും പിക്ചേഴ്സും കൊണ്ട് അവിടെ കളർഫുള്ളാക്കിയിട്ടുണ്ട്. പോരാത്തതിന് ആ ഒരു ഫീല്, അവരുടെ ഡയലോഗുകളും സോങ്സും ഒക്കെ നല്ല മൂഡായിട്ട് അവിടെ അടിപൊളിയാണ് കേട്ടോ. നമ്മളവിടെ പോയിരിക്കണം. നമുക്ക് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ടൈറ്റാനിക് ഒന്ന് കാണാനോ അല്ലെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇതൊരു രക്ഷയില്ലാത്തൊരു ഫീലിംഗാണ്. പോകാതിരിക്കരുത്. ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് അവിടെ ഒന്നും ഇല്ല എന്നും പറഞ്ഞ് ആരും പോകാതിരിക്കരുത്. ഇതൊന്ന് നമ്മൾ ഒന്ന് ഫീൽ ചെയ്യണം. അവിടെ ചെന്ന് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഷിപ്പിലാണെന്നുള്ളൊരു മൂഡ് അവിടെ ചെന്നപ്പോൾ തോന്നും. നമ്മൾ ഈ സ്റ്റെയറൊക്കെ ഇറങ്ങി വരുന്നത് നമ്മൾ ആ ജാക്കിനെയാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ജാക്കായാലും റോസായാലും അവർ ആ ഗൗണൊക്കെ ഇട്ട് ആ സ്റ്റെയർക്കേഴ്സ് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ഫീലൊക്കെ നമുക്ക് ഉണ്ടാകും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ സത്യമായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് കേട്ടോ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയും ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും മുമ്പ് ഞാൻ പല ഫെസ്റ്റിനും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഭംഗിയും ആ ഒരു ബ്യൂട്ടിയും സത്യം പറഞ്ഞാൽ അടിപൊളി സൂപ്പറാണ്. കുട്ടികളായാലും അവരെയൊക്കെ കൊണ്ട് കാണിക്കണം. അവരൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഈ പിള്ളേരൊന്നും ഈ ടൈറ്റാനിക് മൂവി കണ്ടിട്ടില്ലാത്തവരാണ്. എന്നാൽ 90 കിഡ്സും 20 കിഡ്സും ഒക്കെ ഇത് കാണാതെ പോകത്തില്ല. ടൈറ്റാനിക് കാണാത്ത ഒരു ഇത് ആരും കാണത്തില്ല. സത്യം പറഞ്ഞാൽ ആ സിനിമ കണ്ടവർക്ക് ഇത് ഒത്തിരി ഫീൽ ചെയ്യും. ആർക്കായാലും നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നൊരു ഫീലാണ്. അവർ അതേമാതിരിയാണ് കേട്ടോ അത് സെറ്റ് ചെയ്തിരിക്കുന്നതും. അടിപൊളിയായിട്ടാണ്. നമ്മൾ ഒരു ഷിപ്പിനകത്താണ്. ആ ഒരു ലൈറ്റ് മ്യൂസിക് ആയാലും ഡയലോഗ്സ് ആയാലും എല്ലാം, ഈ ഇരിക്കുന്ന ഓരോ മോഡൽസിനായാലും ഈ ഇരിക്കുന്ന ഓർണമെൻറ്റ്സിനായാലും ഒരു ജീവൻ തുടിക്കുന്നൊരു ഫീല് നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. സിനിമ കാണുമ്പോഴായാലും അതൊരു റിയൽ സ്റ്റോറി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫീലും നമുക്ക് ഉണ്ടാവാറുണ്ട്. പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ എന്താണ്, നമ്മളിങ്ങനെ റോസും ജാക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ ഇവരാരും ഈ സിനിമ കണ്ടിട്ടില്ല. അതാണ് ഇതിൻ്റെ പോയിൻ്റ്. ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ പോയി കാണണം. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഫീലുണ്ടാകും നമുക്ക് ആ സിനിമ കാണുമ്പോഴും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും എന്നെ കുഞ്ഞിലേ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് തിയേറ്ററിൽ. പക്ഷേ ഞാൻ TV-യിലാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ ഒരു അടിപൊളി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒറിജിനൽ സാധനങ്ങളൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നത്. അവരോട്ട് അതൊന്നും തരത്തില്ലല്ലോ. വയലിനായാലും ഒത്തിരി ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നല്ല ഫിനിഷിങ്ങിനാണ് അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്ന് കാണുമ്പോഴും നമുക്ക് സന്തോഷം തരും. ഒറിജിനൽ ഒരു ഫീലുണ്ട് എല്ലാ സാധനങ്ങൾക്കും. അവരായാലും അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിള്ളേർക്ക് ഇത് അറിഞ്ഞിട്ടില്ല, പക്ഷേ എന്നാലും അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ആരും പോകാതിരിക്കരുത്. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അവിടെ ഒന്നുമില്ല, അതൊന്നും കേട്ടിട്ട് ആരും പോകാതിരിക്കുക. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. കാരണം പോകണം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്കത് എന്താണെന്നുള്ളത് അറിയത്തുള്ളൂ. അപ്പം ഞാനൊരു പക്ഷെ പോയപ്പോഴാണ് അതിൻ്റെ ആ ഒരു ബ്യൂട്ടി മനസ്സിലാക്കുന്നത്. ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈറ്റാനിക് എന്നാണ് അവർ നിർമ്മിച്ചതെന്നും പിന്നെ അതെങ്ങനെയാണ് കൊളാപ്സായി പോയതെന്നും കടലിനടിയിൽ ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ടെന്നും ഒക്കെയുള്ള മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോകുമ്പോൾ അത് നന്നായിട്ട് കാണാനും പറ്റും കേട്ടോ. അവരൊന്നും ക്യാമറ യൂസ് ചെയ്യാതിരിക്കുകയോ അങ്ങനെ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം,
ഞങ്ങൾ പോയപ്പോൾ അധികം ആരുമില്ല എന്നതാണ്. അതുകൊണ്ട് നന്നായിട്ട് നമുക്കിത് കാണാനും പറ്റി. സാധാരണ ഫെസ്റ്റിനൊക്കെ പോയാൽ നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ മുമ്പൊക്കെ ഫെസ്റ്റ് പോയപ്പോൾ. പക്ഷേ ഇതെല്ലാവരും പോയി കണ്ടു കാണും, കുറേ പേരൊക്കെ കണ്ടു കാണും, കുറേ പേരൊക്കെ നെഗറ്റീവ് ആളുകൾ പറഞ്ഞു കേട്ട് പോകാതിരുന്ന് കാണും. പക്ഷേ പോകണം കേട്ടോ. കുറച്ച് പേരൊക്കെ ഉണ്ട്, ഞങ്ങളെപ്പോലെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് വന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്കറിയാമല്ലോ, ആ മൂവിക്കകത്ത് യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളുടെ ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അതിൻ്റെ ഒറിജിനൽ അല്ല കേട്ടോ. പിന്നെ ആ പിക്ചേഴ്സ് എല്ലാം ഒറിജിനലി ആരൊക്കെയായിരുന്നു, സിനിമയിൽ ആരൊക്കെയായിരുന്നു എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ പിക്ചേഴ്സിൻ്റെ താഴെയും അവരുടെ പേരുകളും അവർ ഏത് രാജ്യക്കാരാണ് എന്നുള്ളതും ഒക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന എല്ലാം ആ കപ്പലിൽ അന്നുണ്ടായിരുന്ന ആളുകളാണ് കേട്ടോ. അന്ന് അഭിനയിച്ചവരും ഒറിജിനലായിട്ടുള്ള ആളുകളും ഒക്കെയാണ്. ഇതൊക്കെ നമുക്ക് അന്ന് യൂസ് ചെയ്ത സാധനങ്ങളായിട്ടാണ്, അതിൻ്റെ ഡമ്മിയൊക്കെയാണ് കേട്ടോ. പക്ഷേ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കപ്പലിൻ്റെ അകത്തുകൂടി പോവുകയാണ്. ഓരോ ഡയലോഗുകളും, പാട്ട് മാത്രമല്ല, ടൈറ്റാനിക്കിലെ ബേസിക് മ്യൂസിക് മാത്രമല്ല അവിടെ ഇട്ടിരിക്കുന്നത്, അവർ തമ്മിൽ സംസാരിച്ച ഓരോ ഡയലോഗുകളും അവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെയാണ് നമ്മുടെ ടൈറ്റാനിക്. അത് കഴിയുമ്പോൾ നമ്മുടെ ഗുണ കേവാണ് കേട്ടോ. നമ്മുടെ മഞ്ഞൂമൽ ബോയ്സിലെ ഗുണ കേവ് ആണ്. പക്ഷേ ഇത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായിട്ടില്ല. കാരണം അതൊന്നും അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഇതിങ്ങനെ നടന്നു പോവാണ്. ഗുണ കേവിൻ്റെ അകത്തൂടെ നമ്മൾ ഇങ്ങനെ നടക്കുന്നു. ആ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇത് കുഴപ്പമില്ല. പിന്നെ ഒരു ഫെസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ അവർക്കും ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. ഒരു കുഴി ഒന്നും കുഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം പിള്ളേർക്ക് അത്രയ്ക്ക് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഇതൊക്കെ കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും. ആരും തിരക്കില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു റിലാക്സ് ആയിട്ട് ഇതെല്ലാം കാണാൻ പറ്റി എന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞാൽ ടൈറ്റാനിക്കാണ് പ്രസൻറ്റ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ആരും മിസ് ചെയ്യരുത്, പോയി കാണണം. ഗുണ കേവിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും അത്രയൊക്കെ സെറ്റപ്പ് ഉള്ളൂ. ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഈ ഗുണ കേവിനകത്തൂടെ പോണതായിട്ടാണ് ഈ നടക്കുന്നത്. വേറെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. ഈ നടന്നു പോകുന്നത് തന്നെയാണ് ഗുണ കേവ്. ഞങ്ങളെല്ലാവരും വിചാരിച്ചു ഇനി വേറെ എന്തോ ഒരു സർപ്രൈസ് അങ്ങ് എൻഡിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഓരോരുത്തരും പറയുന്നുണ്ട്, എത്തി നമ്മളിനി അടുത്ത സ്റ്റെപ്പ് ഗുണ കേവിൻ്റെ അകത്തോട്ട് പോകാനുള്ള വഴിയാണ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതല്ല, എൻഡിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ തന്നെയാണ് കേട്ടോ ഗുണ കേവ്. പക്ഷേ എന്താണ്, ഇതൊക്കെ പിള്ളേർക്കൊരു രസം. അതിൻ്റെ കൂടെ ഞങ്ങളും ഒന്ന് രസിച്ചു. അധികം തിരക്കില്ലാത്തതുകൊണ്ട് എല്ലാം നല്ല രീതിയിലൊക്കെ കാണാൻ പറ്റി എന്നുള്ളതാണ്. പിന്നൊരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ ടിക്കറ്റിൻ്റെ ചാർജ് പറഞ്ഞില്ല. ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 100 രൂപ വെച്ചിട്ടാണ്. മുൻപുള്ള ഫെസ്റ്റിനേക്കാളും ഒരു 50 രൂപ കുറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റേതൊക്കെ 150ഉം അതിൽ കൂടുതലും ഒക്കെ ആയിരുന്നു. ഇത് അധികം വേറൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ടൈറ്റാനിക് മാത്രം കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതധികം ഈ ഗുണ കേവ് ഇതൊക്കെയാണ് മെൻഷൻ ചെയ്തിരുന്നത്. ടൈറ്റാനിക് ഉണ്ട്, ഗുണ കേവ് ഉണ്ട്, പിന്നെ എന്തോ ഹൊറർ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. അപ്പം അതും കൂടെയാണ് മെൻഷൻ ചെയ്തിരുന്നത്. പക്ഷേ ടൈറ്റാനിക്ക് ഓക്കെ 100% ഞാൻ ഗ്യാരണ്ടിയാണ്. പക്ഷേ ഗുണ കേവിൽ അധികം ഒന്നുമില്ല. ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ നമ്മുടെ ഷോപ്പുകളാണ്. ഇവിടെ മുതൽ ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നാച്ചുറലി ഫെസ്റ്റിന് വരുമ്പോൾ ഇത് തന്നെയാണല്ലോ കാഴ്ചത്. അപ്പോൾ ഇവിടം വരെ ഉള്ളൂ നമുക്ക് കാണേണ്ട കാഴ്ചകളൊക്കെ. ഇവിടെ മുതൽ സാധന സാമഗ്രികളുടെ ഒരു വൻ നിര തന്നെ തുടങ്ങുകയാണ്. ഇവിടെ എവിടെയൊക്കെ സ്റ്റക്കായിട്ടുണ്ട്. ഇവളമാരുമായിട്ട് നമ്മുടെ അന്നക്കുട്ടിയും കൃപക്കുട്ടിയും കൂടി അവനെ ഏറ്റവും കൊഞ്ചിച്ച് വഷളാക്കുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങളിങ്ങനെ ഓരോന്ന് എല്ലാ സമയവും ഇവിടെ ഫെസ്റ്റാണ് കേട്ടോ. എന്ത് ഫങ്ഷൻസിനൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എല്ലാ
തവണയും ഫെസ്റ്റുകളുടെ മറ്റേത് വർഷത്തിൽ 1-2 ഒക്കെ ഉള്ളായിരുന്നു. ഇപ്പം മിക്കപ്പോഴും ഫെസ്റ്റാണ്. 140 രൂപയ്ക്കാണ് കേട്ടോ ഈ സ്പൈഡർമാൻ ബുക്ക് വേണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, സ്പൈഡർമാൻ ഭ്രാന്താണ്. അങ്ങനെ എന്തായാലും അത് വാങ്ങി കളർ ചെയ്യാം, മാച്ച് കളിക്കാം. അപ്പോൾ ആ ബുക്കും വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു സാധനം ചോദിക്കരുതെന്ന്. അപ്പോൾ അടുത്ത തിരക്കില്ലാത്തതുകൊണ്ട് ഒത്തിരി ഷോപ്പുകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ ടേസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നും പറഞ്ഞ് ആലോചിച്ച് പോവുകയാണ്. അപ്പോൾ ഒരാൾക്ക് അച്ചാറൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ചേട്ടൻ പറഞ്ഞു ഞങ്ങളുടെ കട നന്നായിട്ട് എടുക്കണേ, എല്ലാം വളരെ നന്നായിട്ട് മൈന്യൂട്ടായിട്ട് വരെ എടുത്ത് വെച്ചേക്കണേന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഷോപ്പുകളെല്ലാം കയറി ഇറങ്ങുവാണ് കേട്ടോ. ചുമ്മാ ചേച്ചി വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷെ പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ് ഒരുപാടുള്ളത്. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ കുറച്ച് കീ ചെയിൻസും അങ്ങനെയുള്ള സംഗതികൾ, മാലകൾ, പിന്നെ ദേവയെ പോലുള്ള പീക്കിരികൾക്ക് പറ്റിയ എല്ലാ അലുക്കുലത്ത് സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഏത് എടുക്കണമെന്നാണ് ആശാൻ ഇങ്ങനെ ഓടി നടക്കുന്നത്. പക്ഷെ ഞാനിങ്ങനെ കണ്ണുരുട്ടുന്നുണ്ട്. കാരണം സ്പൈഡർമാൻ്റെ ഒരു സംഭവം കയ്യിലിരിപ്പുണ്ട്, ഇന്നത്തേക്കുള്ളതായി. പക്ഷേ ഇതൊക്കെ 2 ദിവസത്തേക്കുള്ള യൂസേജേ ഉള്ളൂ. അതുകൊണ്ട് ദേവയെ ഞാൻ വിരട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി ദേവയ്ക്കൊരു അറ്റം പിടുത്തമുണ്ട്. കാറും ലോറിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു അറ്റം പിടിച്ചങ്ങ് നിൽക്കുവാണ്. സാധാരണ ഞാൻ ഫെസ്റ്റിന് പോയിക്കഴിഞ്ഞാൽ വാങ്ങുന്നത് കുറച്ച് ചെരുപ്പ്, ബാഗ്, അങ്ങനെയുള്ള എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനത്തുള്ള ഷോപ്പുകളൊന്നും അധികമില്ല. ഈ പിള്ളേർക്കുള്ള അലുക്കുലത്ത് സാധനങ്ങളും പിന്നെ മാറ്റ്, ചേച്ചി അങ്ങനെ ഇത് കുറച്ച് വെള്ളം പിടിക്കുന്ന ടൈപ്പുള്ള മാറ്റാണെന്ന് ചേച്ചി പറഞ്ഞു. അങ്ങനെ 100 രൂപയ്ക്ക് ഒരെണ്ണം 100 രൂപ, അങ്ങനെ 3 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് 10 രൂപയുടെ ഷോപ്പിലാണ് കേട്ടോ. ഏതെടുത്താലും 10 എന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം നോക്കി നടക്കുവാണ്. അതിനുശേഷം കുറച്ച് കമ്മലിൻ്റെ ഐറ്റംസിലോട്ടാണ്. പെണ്ണുങ്ങളല്ലേ, അപ്പോൾ ഇതൊക്കെ കണ്ടാൽ ഒന്ന് ബ്രേക്ക് പിടിക്കുമല്ലോ. അങ്ങനെ അവിടെയും ചെന്ന് വായി നോക്കിയിരിക്കുകയാണ്. അച്ചാറുകൾ ടേസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരാളിങ്ങനെ നടപ്പുണ്ട്. എന്തായാലും അവിടെ എത്തുമോ ഇല്ലയോ എന്ന് നോക്കാം. പിന്നെ മിഠായി, സത്യം പറഞ്ഞാൽ പണ്ടത്തെ നൊസ്റ്റു അടിക്കുന്ന മിഠായികളാണ് ഇവിടെ ഫുള്ളിരിക്കുന്നത്. പോരാത്തതിന് ബ്യൂട്ടി പ്രോഡക്ട്സും ഉണ്ട്. ഇതൊക്കെ പണ്ടേ ഉള്ള സംഗതികളാണ്. അതുകൊണ്ട് അതൊന്നും അങ്ങനെ തേക്കാൻ പോയില്ല. സാധാരണ കയ്യിലും കാലിലും ഒക്കെ വെച്ച് തേക്കുന്നതാണ്. നമ്മുടെ പുളിമുട്ടായിയാണ് കേട്ടോ. പുളിമുട്ടായി ഉണ്ട്. പിന്നെന്താണ് നമ്മുടെ എന്താണ് എൻ്റെ പേര്, ഇത് നല്ല മധുരമുള്ള മുട്ടായിയാണ്. അപ്പോൾ അതും ഇതൊക്കെ നൊസ്റ്റു അടിപ്പിക്കുന്നതാണ്. പണ്ടേ ഉള്ള സാധനങ്ങളാണ്. സിഗരറ്റ് മിഠായി, അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ. അങ്ങനെ ഒരാൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് നമ്മുടെ അച്ചാർ സിസ്റ്റം ഒന്ന് നോക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ബ്ലൂബെറി, അങ്ങനെ എന്ന് വേണ്ട എല്ലാ ഐറ്റംസിൻ്റെ അച്ചാറുകളാണുള്ളത്. ഇതൊക്കെ ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും വരുമ്പോഴും ഇതൊക്കെ തന്നെയാണ് ഉള്ളത്, കാണാനുള്ളതും കേൾക്കാനുള്ളതും ഒക്കെ. അപ്പോൾ മാങ്ങ അച്ചാർ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് നോക്കി. അപ്പോൾ അവൻ പറഞ്ഞു അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവന് ഓക്കെ ആണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ മുളകച്ചാറും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ, എങ്ങനെയാണ് ഇടുന്നതൊക്കെ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് വരികയാണ്. അപ്പം ഞങ്ങൾ ആവശ്യത്തിനുള്ള അലുക്കുലത്തെ സാധനങ്ങളെല്ലാം കണ്ട് വരികയാണ് കേട്ടോ. എല്ലാ ഫെസ്റ്റിനും പോലെ തന്നെയാണ് ഇവിടെയും. അങ്ങനെ എന്തായാലും കുറച്ച് മസാലക്കൂട്ട് വാങ്ങണമെന്ന് ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു. അങ്ങനെ എന്തായാലും ഒരു 100 രൂപയുടെ മസാലക്കൂട്ടും വാങ്ങി, കുറച്ച് കരിപ്പെട്ടിയും വാങ്ങി. എപ്പോഴും ജലദോഷവും പനിയും ചുമയൊക്കെ അല്ലേ, അതിനൊരു ആശ്വാസമാവുമെന്നോ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അതും മേടിച്ചുകൊണ്ട് അടുത്ത വഴിയിലോട്ട് പോവുകയാണ്. അവിടെയും സത്യം പറഞ്ഞാൽ ഇത്തവണ കുറേ പിള്ളേർക്കുള്ള ഐറ്റംസ് ഇഷ്ടം പോലെയുള്ള ഷോപ്പുകളുണ്ട്. ഈ ഓരം പിടിച്ചു വരുന്ന ഒരാളെ കണ്ടായിരുന്നു. ആൾ പറയുകയാണ് നന്നായിട്ട് എടുക്കണം, ഞാൻ മോഹൻലാലാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, മോഹൻലാലായിട്ട് തന്നെ വന്നോളൂ, നമുക്ക് എടുത്ത് കളയാമെന്നും പറഞ്ഞു. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഓരോ സ്ഥലത്ത് നിന്നും ഓരോരുത്തരെയും പിടിച്ചു വലിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ എന്നെ കൃപയും അന്നയും കൂടെ ദേവയെ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് എന്തായാലും സൗകര്യമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരുടെ കപ്പിൾ ഷൂട്ടാണ് കേട്ടോ ഈ വരുന്നത്. അവർ നന്നായിട്ട് എടുക്കണമെന്നാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. എല്ലാരും പറഞ്ഞത് ഭയങ്കര ഈ ടൈറ്റാനിക് നല്ല രസമുണ്ടല്ലേ. ടൈറ്റാനിക് നല്ല രസമുണ്ട്. ടൈറ്റാനിക് ആക്ച്വലി നല്ലപോലെ അതിന്റെ ആർട്ട് വർക്ക് ഒക്കെ അടിപൊളി. ചുമ്മാ ഓരോ ആൾക്കാർ പറഞ്ഞു വെക്കുന്ന കേട്ടോ. ഞാനും അങ്ങനെ വിചാരിച്ചു വെച്ചിരുന്നത്. നല്ല ഫീൽ ഉണ്ട്, നല്ല രസമുണ്ട്. ചുമ്മാ ആളുകളങ്ങ് അടുത്ത് ഞങ്ങൾ ഓരോ പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. കുറേ ഗെയിം ഐറ്റംസ് ഉണ്ട്. എല്ലാ പോലെയും തന്നെ എന്താണ് ഒന്നും കിട്ടത്തില്ല. അപ്പം എന്തെങ്കിലും കപ്പോ അല്ലെങ്കിൽ സോപ്പ് പെട്ടിയോ അങ്ങനത്തെ ഉള്ള സാധനങ്ങളുടെ കളിയാണ് ഇവിടെ നടക്കത്തുള്ളൂ.
അങ്ങനെ എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ഓരോരുത്തർ ട്രൈ ചെയ്യുകയാണ് കേട്ടോ. പക്ഷേ നമ്മളെ ഈ കൂട്ടത്തിലേക്ക് വിൻ ചെയ്യുന്നത് കുട്ടിപ്പട്ടാളംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കാം, അവർ തന്നെ ആയിരിക്കും ജയിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അന്നക്കുട്ടിയും നമ്മുടെ ധ്രുവ മോനും ഒക്കെ ഇട്ട് വെക്കുവാണ്. പക്ഷേ ഇതിൽ വിൻ ചെയ്തത് നമ്മുടെ അന്നക്കുട്ടിയാണ് കേട്ടോ. അന്നക്കുട്ടി ഓരോ സാധനങ്ങൾ കപ്പ് വേറെ എന്തൊക്കെയോ പച്ചക്കറി സാധനങ്ങളെല്ലാം അവൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. Oh, next one. അങ്ങനെ നമ്മുടെ അന്നക്കുട്ടി വിൻ ചെയ്തിരിക്കുകയാണ്. ഒരു 2-3 തവണ അവളെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചു. അവളാണ് എന്തെങ്കിലുമൊക്കെ സാധന സാമഗ്രികൾ ഒപ്പിച്ചത്. ബാക്കി എല്ലാവരും വെറുതെ ആയിരുന്നു കേട്ടോ. ഞാൻ ഉൾപ്പെടെ ഞാനും ട്രൈ ചെയ്തിട്ട് അങ്ങനെ ഒന്നും പോയില്ല. നമ്മൾ അതിനകത്ത് എയിം ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ 1-നും 2-ലും വീഴത്തുള്ളൂ. മിക്കവർക്കും ഈ ഗെയിമിനെ കുറിച്ച് അറിയായിരിക്കുമല്ലോ. ഈ 5-ലും 6-ലും കൂടി വലിയ സംഖ്യകൾ വീണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ ഞാൻ വിട്ടതെല്ലാം 1-നും 2-നും അകത്തായിരുന്നു. അപ്പം ഞാനും തോറ്റുപോയി. അങ്ങനെ ഞങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്തു. എല്ലാവരും പാഴായിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ആ കുട്ടികൾ മാത്രമാണ്, അവൾ മാത്രമാണ് ജയിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കും എനിക്ക് സത്യം പറഞ്ഞാൽ അണ്ണാക്കിക്ക് കണ്ട ഒരു വഞ്ചി കിട്ടി കേട്ടോ. അതങ്ങാണ്ട് മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി എല്ലാ കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് ഗെയിമിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അടുത്ത വളയം ഇടൽ ഗെയിമാണ്. ഒരു സോപ്പെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ നിന്നത്. കഴിഞ്ഞ തവണ എനിക്കൊരു ലെക്സിനോ സന്തൂറോ ഏതാണ്ടൊരു സോപ്പ് എനിക്ക് കിട്ടിയായിരുന്നു. ഞാനിട്ടിട്ടല്ല അണ്ണാക്കിയിട്ടിട്ട്. പക്ഷേ ഇത്തവണ എന്തായാലും എല്ലാം ഫെയിലായിരിക്കുകയാണ്. കട്ട പൂജ്യമായി പോയിരിക്കുകയാണ്. അതിൻ്റെ വിഷമത്തിൽ എന്തായാലും ഇതെല്ലാം ഓരോന്നിടുമ്പോഴും 50 രൂപ 100 രൂപ വീതം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊണ്ടുവന്ന കാശുകളെല്ലാം ഏകദേശം പൊട്ടി വരികയാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർത്ത് ഒന്നും കിട്ടാത്തതിൻ്റെ ഭാവം ആണ് ഈ മുഖത്തിരിക്കുന്നത്. 5000 രൂപ കൊണ്ടുവന്നു, 5000 പൊട്ടി തീർന്നു. അങ്ങനെ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത നെക്സ്റ്റ് ലെവല്. നെക്സ്റ്റ് നമ്മളിതാ ഈ ഐസ്ക്രീമൊക്കെ കുടിക്കണം അങ്ങനെയുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ പോരാത്തതിന് അതിൻ്റെ അടുത്ത ഗെയിം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതും കൂടി പൊട്ടി പാളീസായിട്ട് പോകാമെന്ന് തീരുമാനത്തിലെത്തി. പക്ഷേ ഇത് ആണുങ്ങൾക്ക് കുറച്ചുകൂടെ ഷാർപ്പായിട്ട് എറിയാം എന്നായിരുന്നു. പെണ്ണുങ്ങൾക്ക് അത്രയും പോകത്തില്ല കേട്ടോ. കാരണം സ്ട്രെയിറ്റ് നിൽക്കുവാണ്. പിന്നെ അങ്ങനെ എറിയുന്ന ആളുകളും ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് ബൗളറാണ് ക്രിക്കറ്ററൊക്കെ ആണെന്നങ്ങ് പറഞ്ഞാൽ തള്ളിക്കയറ്റി വിട്ടത്. പക്ഷേ ഇത് ഫസ്റ്റ് ബോൾ വെറുതെ ആയിപ്പോയി. സെക്കൻഡ് ബോളിൽ എന്തായാലും ഒരു 5-6 എണ്ണമൊക്കെ തറയെ പോയി കേട്ടോ. പക്ഷേ അങ്ങനെ പോയാൽ പോരെ, 3 ബോളിലും ഫുള്ളായിട്ട് പോകണം. ഇനി നടക്കത്തില്ല. ആ ഒരു ഫസ്റ്റ് സെക്കൻഡിൽ പോയെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. എൻ്റെ പ്രിയ സുഹൃത്ത് നിന്ന് പോയിരിക്കുകയാണ്. നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. അലൻ ബാബു ഇയാളല്ലേ ബൗളറാണ് ക്രിക്കറ്ററാണ് പറയാനാ. അമ്പയും ബുള്ളറ്റ് ഒട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഒറ്റയറിക്ക് അന്ന് മൊത്തം തറയിൽ പോണോ? നടക്കത്തില്ല. ഇവിടെ എല്ലാം ഇനി ഗെയിംസ് ഐറ്റംസ് ആണ് കേട്ടോ. അതുകൊണ്ട് ദേവയും ആളുകളെ ഒന്നും ഇവിടെ കണ്ടിട്ടില്ല. അവർ മിന്നൽ മുരളിയെ പോലെ ഇവിടെ മിന്നി മാഞ്ഞിരിക്കുകയാണ്. ഇനി ഏതിനകത്ത് വലിഞ്ഞു കയറുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. എന്തുവായാലും നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഗെയിംസ് കളിച്ച് ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഇത് ഓരോ ഐസ്ക്രീം കാച്ചാന്ന് വെച്ചു. അങ്ങനെ ഞാൻ വലുതായിട്ട് പ്രോത്സാഹനം കൊടുത്തില്ല. ഐസ്ക്രീം കഴിക്കണോ വേണ്ടേ. ദേവ നല്ല കുട്ടിയായിട്ടിരിക്കുകയാണ് കേട്ടോ. വേറെന്തോ കണ്ടുവച്ചിട്ടുണ്ട്. അവന് ഐസ്ക്രീം വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൊണ്ടവേദന വരും, പനി വരും, എനിക്ക് ക്ലാസ് എടുക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഗുഡ് ബോയ് ആണ്. വേറെ എന്താണെന്നുള്ളത് ഇനി കണ്ടറിയാം. അപ്പം എന്തായാലും ഞാനും ദേവ ഐസ്ക്രീം കഴിച്ചില്ല. ബാക്കി എല്ലാവരും ഐസ്ക്രീം കഴിച്ച് ക്ഷീണം മാറ്റിയിട്ട് നമ്മൾ അടുത്ത ഗെയിംസിലോട്ട് പോവുകയാണ് കേട്ടോ. ഈ ജെയിൻ വീലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഓരോരുത്തർ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ചേച്ചിമാർ 2 പേരും പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. നമുക്കിത് അറ്റംപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നമുക്കത് കയറാം. അങ്ങനെ ഞങ്ങൾ എന്തും വരട്ടെന്നും പറഞ്ഞ് എല്ലാവരും ഇവിടെ കയറുവാണ്. അപ്പം ഐസ്ക്രീമൊക്കെ കുടിച്ച് ആ ക്ഷീണമൊക്കെ മാറിയല്ലോ. ഇനി നമുക്ക് അതിൽ കിടന്ന് നിലവിളിക്കുക എന്നുള്ളതായി. അങ്ങനെ ഓരോരുത്തരെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരുടെയും അടുപ്പിച്ചടുപ്പിച്ച് പോകത്തില്ല. കാരണം ആൾ കുറവായതുകൊണ്ട് ബാലൻസ് ചെയ്ത് നിൽക്കണ്ടേ. അതുകൊണ്ട് ഓരോരുത്തരും ഗ്യാപ്പ് വിട്ടിട്ടാണ്. എല്ലാവരും എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയില്ല കേട്ടോ. പലരും പല വഴിക്കായി പല റൂംസുകളിലായിപ്പോയി. അങ്ങനെ ഞങ്ങളുടെ അടുത്തത് വരികയാണ്. ഇപ്പോഴേ ചേച്ചി ആനി ചേച്ചി നിലവിളി ഒടുങ്ങിയിരിക്കുകയാണ്. ചേച്ചി വാർഡ് മെമ്പറാണ് കേട്ടോ. അതിൻ്റെ ധൈര്യം ചേച്ചിക്ക് ഉണ്ടായിരുന്നു. ചേച്ചി നിലവിളിയായി തുടങ്ങിയിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് സ്റ്റേജിലെ ചേച്ചി നിലവിളിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഉണ്ടല്ലോ, ഫസ്റ്റ് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങ് മുകളിലെത്തിയിട്ട് താഴോട്ട് ഈ സാധനം പോകുമ്പോൾ
അടിവയറ്റിൽ നിന്ന് എന്തോ ഒന്ന് തിളയ്ക്കുന്ന ഒരു ഫീല്. പക്ഷേ നമ്മുടെ വണ്ടർലേ പോലെയൊന്നും അത്രയും വലിയ സംഗതി അല്ലെങ്കിൽ കൂടിയും ഇത് നല്ല ഹൈറ്റിലാണ്. നമുക്ക് ആ ഒരു പ്രദേശം ഫുള്ള്, ആ ആശ്രാമം ഗ്രൗണ്ട് ഫുള്ള് നമുക്കിത് കാണാൻ പറ്റും. അപ്പം ആ ഒരു ഫീലും ഉണ്ട്. താഴോട്ട് നല്ല താഴമുണ്ട്. നമുക്ക് ആ ഒരു ഫീലും കൂടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. നല്ല രീതിയിൽ കുറച്ച് കൂവലും ബഹളവും കഴിഞ്ഞ് ഇതാ വരുന്നു ആള്. ഇതാണ് നമ്മുടെ മെയിൻ ആള്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയാണ്. അപ്പോൾ ഇത് സംഭവം കൊള്ളാം കേട്ടോ, അതൊന്ന് ഫീൽ ചെയ്യണം, അടിപൊളിയാണ്. അടുത്ത് നമ്മുടെ ഗോസ്റ്റ് ഹൗസാണ്. അപ്പോൾ പിള്ളേർ സെറ്റ് മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അവർക്ക് ധൈര്യമായിട്ട് ഞാനും കൂടെ ഒന്ന് കയറാമെന്ന് വെച്ചു. കാരണം ദേവയെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ലല്ലോ, അവൻ പേടിച്ചാൽ പിള്ളേരല്ലേ ഉള്ളൂ. അങ്ങനെ എന്തായാലും നമുക്കത് പരീക്ഷ നോക്കാമെന്നും പറഞ്ഞത് പോവുകയാണ്. ഞങ്ങളെല്ലാവരും പിള്ളേർ സെറ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇനി നിങ്ങൾ കാണേണ്ട കാഴ്ച. താണ്ടേ തുടക്കത്തിൽ ആവേശത്തോടെ കയറിയതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ കണ്ടോണം അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരണേ. എന്തൊക്കെയോ കണ്ടെന്നോ എന്തൊക്കെയോ കേട്ടെന്നോ ഒക്കെ ഈ പിള്ളേർ പറയുന്നുണ്ട്. പക്ഷെ ഞാനൊന്നും കണ്ടില്ല. ഈ പിള്ളേരെ നിലവിളികൾ മാത്രമാണ് ഞാൻ കേൾക്കുന്നത്. നിങ്ങൾ വല്ലതും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ല പിന്നെ ഞാൻ എന്തോ പറയാനാ. പിള്ളേർ പറയുന്നത് അവിടെ എന്തോ കണ്ടു എന്നാണ്. സത്യം പറഞ്ഞാൽ ഞാനും ഒന്നും കണ്ടില്ല. പക്ഷെ ഇവരെ നിലവിളി കേട്ട് ഞാനൊന്ന് പേടിച്ചു കേട്ടോ. പോസ്റ്റ് ഹൗസ് തീർന്നാ? എൻ്റെ പൊന്നോ, ഇതിൻ്റെ അകത്ത് കയറി ആ നിലവിളിയും പടവിളിയും ഒന്നും പറയണ്ട, ആകെ ബഹളമായിരുന്നു. അപ്പോൾ പേടിച്ച് പിള്ളേരെല്ലാം പേടിച്ചു. അതിൻ്റെ അകത്തൂടെ ആരും എത്തി നോക്കിയെന്ന് പറഞ്ഞാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അന്നക്കുട്ടിയെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അവളത് റെഡിയാണ്. അവൾ മുമ്പേ ഇവിടെ കളിച്ചിട്ടുള്ളതാണ്. അപ്പം ഓക്കെയാണ്. അവിടെ ആരുമില്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. അന്നക്കുട്ടി സത്യം പറഞ്ഞാൽ ഇത്രയും നന്നായിട്ട് ഡാൻസ് കളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആശട്ടി ഡാൻസ് പഠിക്കുകയോ അങ്ങനെ ഒന്നുമില്ല, യൂട്യൂബിൽ കണ്ട് പഠിച്ച് കളിക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് കളിച്ചു കേട്ടോ. ആശട്ടിയെ പഠിക്കാൻ വിടുവാണെങ്കിൽ അവൾ കുറച്ചും കൂടെ നന്നായിട്ട് കളിക്കും. ചുമ്മാ ടി വി കണ്ട് പഠിക്കുന്ന പിള്ളേർ ഇത്രയും കളിക്കുവാണെങ്കിൽ അവൾക്ക് നല്ല ടാലൻ്റ് ഉണ്ട്. അപ്പം എന്താ നമ്മുടെ അന്നക്കുട്ടി അടിച്ച് തിമിർക്കുകയാണ്. അത് കഴിഞ്ഞത് സംഭവം വേറൊന്നുമല്ല, ഇവരെ കൊണ്ട് പാട്ട് പാടിക്കാനാണ് കേട്ടോ. പെട്ടെന്നുള്ളൊരു പാട്ടായതുകൊണ്ട് രണ്ടുപേർക്കും ഒരു ചമ്മലും നാണക്കേടും ഒക്കെ ഉണ്ട്. ആരുമില്ല എന്നുള്ളത് കൊണ്ട് വലിയതൊന്നും വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഇവരെങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ട്രാക്ക് വേണം, അത് വേണം, ഇത് വേണം. അങ്ങനെ അവിടുത്തെ ആങ്കറിങ് ചെയ്യുന്ന ആ കുട്ടിയെ വിളിക്കുകയാണ് തകർത്ത്. അങ്ങനെ പാടാനുള്ള തയ്യാറെടുപ്പിലാണ്. പൊളിച്ചെടുക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഈ പാട്ട് കുളവാക്കാൻ പോകുന്നു പാടുന്നത്. ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ ഞങ്ങൾ പാടുന്നത് ആദ്യമായി. ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ പാടുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ്. ദുബായ്, ഷാർജ, അബുദാബി ഇത് കണ്ടിട്ട് വേണം അവിടെയൊക്കെ പ്രോഗ്രാം കിട്ടാൻ. നൈസായിട്ട് പാടുന്നുണ്ട് കേട്ടോ. പാടലൊക്കെ സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിലാണ് അടിപൊളി. നിങ്ങൾ കേട്ട് നോക്കണം. ചിരിച്ച് എൻ്റെ ഊപ്പാട് വന്നു കേട്ടോ.
ഈ ഒരു നിമിഷം സത്യം പറഞ്ഞാൽ ചിരി അടക്കാൻ പറ്റിയില്ല. വലിയ നല്ല രീതിയിലല്ലെങ്കിലും പാട്ട് പാടിക്കൊണ്ടിരുന്നവർക്ക് പെട്ടെന്നൊരു വല്ലായ്മ ചിരിച്ച് സത്യം പറഞ്ഞാൽ അവിടെ ആരൊക്കെയോ അറിയാതെ ചിരിക്കുന്നുണ്ട്. അമ്മാതിരി ചിരിയായിരുന്നു. ശരിക്കും ഞങ്ങളങ്ങനെ ഈ വേദിയിലൊന്നും പാടിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇത്രയും 10,000-കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പാടുന്നത്. ശരിക്കും ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ഈ പാട്ടിൽ അറിയാവുന്ന പാട്ട് പാടുന്നതിൽ നല്ലത് പറയുന്നൊരു പാട്ട് പാടിക്കോ. രണ്ടര വോയിസ് കൊള്ളാം, പക്ഷേ അങ്ങനെ നൈസായിട്ട് മര്യാദയ്ക്കൊരു പാട്ട് പാടി അങ്ങ് പൊളിച്ചു കേട്ടോ. ഇത് നല്ല സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. എന്തായാലും ഈ പാട്ട് അവർ വൃത്തിയാം വണ്ണം അങ്ങ് പാടി ഫലിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേൾക്കാൻ. രണ്ടുപേരുടെയും സൗണ്ട് നല്ലതാണ് കേട്ടോ. അതാണ് ഈ പാട്ടുകൾക്കൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകത തോന്നുന്നത്. പക്ഷേ ലാസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും എഴുന്നേറ്റ് പോകുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. കാരണം 10 മണിയായി കേട്ടോ. അപ്പോൾ 9:30 വരെ ഉള്ളൂ പ്രോഗ്രാം. അത് കഴിഞ്ഞ് പിന്നെ അവർ കുറച്ച് നേരം കൂടെ ടൈം ഇവർക്ക് വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ ഇവരുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് അവിടെ വെച്ച് കണ്ടുമുട്ടി. ആ ആളുകളൊക്കെ എഴുന്നേറ്റ് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അവർക്ക് മതിയായി, പരിപാടി കണ്ട് മതിയായി. ഓഡിയൻസിന്റെ തിക്കും തിരക്കും നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാം കണ്ടു തീർന്ന് ഇറത്തിറങ്ങിയിരിക്കുകയാണ്. അവസാനം ബൈക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ലേറ്റായിട്ട് അല്ലേ രാഗം നീയല്ലേ. അത്രയൊക്കെ വളരെ വളരെ കറക്റ്റാ. അടുത്ത അനുബന്ധം വരുമ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ ഫെസ്റ്റ് കാണാൻ പോയ ക്ഷീണമെല്ലാം കൂടെ റെമീസിൽ പോയി തീർക്കാമെന്ന് വെച്ചു. നേരെ എല്ലാവരും കൂടെ റെമീസിലോട്ട് വിട്ടു. അപ്പോൾ ഞങ്ങളുടെ ഫെസ്റ്റ്, ഞങ്ങളുടെ ടൈറ്റാനിക്, ഞങ്ങളുടെ ജാക്ക്, റോസ് എല്ലാവരെയും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.